പയ്യന്നൂർ മണ്ഡലം LDF വികസന ജാഥ സമാപിച്ചു. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പയ്യന്നൂർ മണ്ഡലം LDF വികസന ജാഥ സമാപിച്ചു. 10 വർഷം LDF ഭരണത്തിലൂടെ നാട് കൈവരിച്ച നേട്ടങ്ങൾ വിശദീകരിച്ച് TI മധുസൂദനൻ MLA നടത്തിയ പയ്യന്നൂർ മണ്ഡലം ജാഥയ്ക്ക് മലയോരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഫെബ്രുവരി 13 കാനായിലെ മേലോത്തുംചാലിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്ത ജാഥ 2 ദിവസങ്ങളിലായിട്ടാണ് പെരിങ്ങോമേരിയയിൽ പര്യടനം പൂർത്തിയാക്കിയത്. തിങ്കളാഴ്ച രാവിലെ കുറ്റൂരിൽ നിന്നും ആരംഭിച്ച് വെള്ളോറ, പാടിയോട്ടിച്ചാൽ, പ്രാപ്പൂയിൽ, പുളിങ്ങോം, കോഴിച്ചാൽ എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി ജാഥ ചെറുപുഴയിൽ സമാപിച്ചു. സാമൂഹ്യ സുരക്ഷാ ധനസഹായം എത്തിച്ചേണ്ടത് പക്ഷം സമാപന സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ പ്രസ്ഥാനം പോരാടി, ആ പോരാട്ടത്തിലൂടെയാണ് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർന്നു വന്നത്. 1957 ഭാഷാ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന 1ാം നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയത് സേലം ജയിലിന് രക്തസാക്ഷികൾ ഉയർത്തിയ, വെടിയേറ്റ് മരിച്ച കൃഷിക്കാർ ഉയർത്തിയ വാരം പാട്ടം എന്ന് നാടുവാഴുത്ത വ്യവസ്ഥ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം നിർവഹിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്ന 57 ഗവൺമെന്റ് 5 ദിവസത്തിന് അധികാരമേറ്റെടുത്ത് ഒരാഴ്ചക്കാലം പാസാക്കിയ നിയമം വാരം പാട്ടം വ്യവസ്ഥ അവസാനിപ്പിക്കുന്നു. കൃഷിക്കാരന്റെ ഭൂമിയിൽ ഒഴിപ്പിക്കൽ തടയുന്നു. ഈ നിയമം പാസാക്കി അന്ന് കേരളത്തിൽ എഴുത്തും വായനയുള്ളവർ വളരെ വളരെ കുറവായിരുന്നു. ഇന്നിവിടെ എല്ലാവർക്കും എഴുത്തും വായന. KR ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ TI മധുസൂദനൻ MLA എന്നിവർക്ക് പുറമെ ഡെപ്യൂട്ടി ലീഡർ KV ബാബു, മാനേജർ P സന്തോഷ്, C സത്യപാലൻ, P ശശിധരൻ, ഡെന്നി കാവാലം, സരിൻ ശശി, KD അഗസ്റ്റിൻ, M രാഘവൻ, P സജികുമാർ, V ബാലൻ, രജനി മോഹൻ, K ഹരിഹർകുമാർ, P ജയൻ, ഇക്ബാൽ പോപ്പുലർ, ജോസ് മാത്യു, KK ഗംഗാധരൻ, M രാഘവൻ, OT സുരേഷ്, AV രഞ്ജിത്ത്, CV വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.